നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലർക്കും ശാസ്ത്രബോധം വളരെ കുറവായിരിക്കും. ശരിക്കും നമ്മുടെ ഗോവിന്ദൻ മാഷ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിന് വലിയ ശാസ്ത്ര അവബോധം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ന് വളരെ സവിശേഷമായൊരു ദിവസമാണ്. നമ്മുടെ ISRO വിക്ഷേപിച്ച ആദിത്യ എന്ന പേടകം, സൂര്യനെ നിരീക്ഷിക്കാൻ വിട്ട പേടകം L1 എന്ന് പറയുന്ന പ്രത്യേക ഭ്രമണപഥത്തിലെത്തിയിരിക്കുക. സൂര്യനിൽ നിന്നുള്ള ആകെ ദൂരത്തിൻ്റെ 1% എത്തുമ്പോഴാണ് L1. അവിടെ വളരെ സേഫായിട്ട് നിൽക്കും. അവിടെ നിന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ല, വളരെ കൃത്യമായി കുറേ കാലം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്താണെന്ന് തോന്നുന്നു പിണറായി വിജയനെ സംബന്ധിച്ച്. പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികൾക്ക് തൊടാൻ പറ്റാത്ത തരത്തിൽ വലിയ ഉയരത്തിൽ നിൽക്കുകയാണ്. അങ്ങോട്ട് ചെന്നാൽ കരിഞ്ഞു പോകുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അല്ല, ഈ പിണറായി വിജയനെ ഇങ്ങനെ അനാവശ്യമായിട്ട് പൊക്കി പറഞ്ഞാലേ ഇപ്പോൾ പാർട്ടിയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ, ഇപ്പോൾ മിണ്ടാതിരുന്നാലും നിങ്ങൾക്ക് ഇളവൊന്നും കിട്ടില്ല. ഇടയ്ക്ക് മിണ്ടണം. അത് പിണറായി സ്തുതിയായിരിക്കുകയും ചെയ്യണം. കേരളത്തിലെ മന്ത്രിമാരെല്ലാം നോക്കുക, എല്ലാവരും നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാണ് അവരുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. ദൈവതമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പോലെ. അതെ, അപ്പോൾ പിണറായിയെ സ്തുതിക്കുക, പിണറായി നാമത്തിൽ. അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. അപ്പോൾ അത് MV ഗോവിന്ദനും അറിയാം. അദ്ദേഹം ആ ജോലി ചെയ്യുന്നു. സൂര്യനാണ്, ചന്ദ്രനാണ്, ആകാശമാണ്, ഇങ്ങനെ പല രീതിയിൽ കാരണഭൂതൻ. ഇതിനെല്ലാം കാരണമായിട്ട് ഇങ്ങനെ കോടി സൂര്യപ്രഭ വിടർത്തി കാരണജലധി തിരയുണർത്തി ആഗമ നിഗമ പ്രണവ ബീജങ്ങളിൽ ആദിപരാശക്തിയായിട്ട് വിരാജിക്കുന്ന പിണറായി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിണറായിക്ക് ഇത് അർത്ഥമൊന്നും മനസ്സിലാക്കി ഒരു രോമാഞ്ചം വരും. രോമാഞ്ചം എന്നുള്ള വാക്ക് പിൻവലിച്ച ആളാണ് ചെറിയാൻ. അത് വേറൊരു തമാശയാണ്. സുനിൽ ശ്രദ്ധിച്ചോ? ഇല്ല. പുള്ളി പറഞ്ഞു ഈ 3 വാക്കല്ലേ പ്രശ്നമുള്ളൂ: കേക്ക്, വീഞ്ഞ്, രോമാഞ്ചം. അതെ, അത് ഞാൻ പിൻവലിക്കുന്നു. ഇത് ഈ സജി ചെറിയാൻ ഈ 3 വാക്കെടുത്ത് കളഞ്ഞിട്ട് ഇങ്ങരുടെ വാചകം ഒന്ന് വായിച്ചു നോക്കുക, നല്ല തമാശയായിരിക്കും. അങ്ങനെ വീഞ്ഞെന്നല്ല പറയുന്നത്, സാധനം മുന്തിരിങ്ങായിട്ട് മാറ്റിയ മറ്റേ സാധനം. ഇതാണ് പുള്ളി പറയുന്നത്. പുള്ളി പിൻവലിച്ച വാക്ക് അതിലില്ല, വീഞ്ഞെന്നില്ലാത്തതാണ് പിൻവലിച്ചത്. മുന്തിരിങ്ങായിട്ട് മാറ്റിയ മറ്റേ സാധനം. അതേതാ ഈ മറ്റേ സാധനം? സജി ചെറിയാൻ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ തമാശകളൊക്കെ സഭയും അതിൽ കയറി തൃപ്തരായി. കാരണം ഇത് കൂടുതൽ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അപമാനിക്കപ്പെടും എന്ന് സഭയ്ക്ക് തോന്നി. അതുകൊണ്ട് അവരും അവിടെ വെച്ച് ആ പ്രശ്നം അവസാനിച്ചു. കമ്മിങ് ബാക്ക് ടു ദിസ് പോയിന്റ്, ഇവർ ഇടയ്ക്ക് ഇങ്ങനെ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അതിന് പലവിധ കവിതകൾ, ഭാവനകൾ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മറ്റേ മഹാകവി എഴുതിയ പോലെ ഇതിനകത്തൊരു നിന്ദാസ്തുതി ഉണ്ടോ എന്നൊരു സംശയം. കാരണം പിണറായി സ്പേസിലാണ്, ബഹിരാകാശത്താണെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. എയറിലാണ്. അതെ, എയറിലാണെന്ന്. മുകളിലാണ്, തൊടാൻ പറ്റില്ല. അതിൽ വേറൊരു തമാശ ഇവിടെ സുനിൽ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. യഥാർത്ഥ പ്രതികളെ ഇതുവരെ പിടിച്ചില്ല. ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ്. ആരെ ഈ യഥാർത്ഥ പ്രതികൾ? കേന്ദ്രം മറുപടി പറയണമെന്നാണ് പറയുന്നത്. കേന്ദ്ര ഗോവിന്ദനല്ലേ പറയുന്നുണ്ട്. പ്രതി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം അറസ്റ്റ് ചെയ്യും. അതെ, പ്രതി ആരാണെന്ന് പറയാം. യഥാർത്ഥ പ്രതികൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആരാണ്? നിങ്ങളുടെ ഊഹം മതി. യഥാർത്ഥ പ്രതി ആളുകളൊക്കെ സംശയിക്കുന്നത് പിണറായിയാണ്. അതെ. അപ്പോൾ പിണറായി ഒന്ന് പിടിക്കണമെന്നാണോ ഈ ഗോവിന്ദൻ പറയുന്നത്? കള്ളക്കടത്തിൽ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഇത് ശരിയല്ല, അന്വേഷണം ശരിയായത് ശരിയല്ല എന്നൊക്കെ ആൾക്കാർ പറയാനുള്ള പ്രധാന കാര്യം എന്താ? പിണറായി വിജയനെ ഇതുപോലെ തൊട്ടിട്ടില്ല. ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. ഇതാണല്ലോ 6 ഏജൻസികൾ നിരന്ന് നിന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് ഗോവിന്ദൻ ചോദിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? ഇടവും ഒന്ന് കാരണവരെ ഒന്ന് വിളിച്ചു വരുത്തത് നിങ്ങളെ ചോദ്യം ചെയ്യാൻ. ഇതാണ് ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഗോവിന്ദന് ശരിക്കും ആഗ്രഹം ഉണ്ടാവും. കാരണം ഈ കാലം കൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിച്ച് കിട്ടിയാൽ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് ഗോവിന്ദന് ഗുണമൊന്നുമില്ലല്ലോ, മരുമാനുണ്ടല്ലോ. ഗോവിന്ദനും ഗുണമില്ലായിരിക്കാം, പക്ഷേ ഈ ആളുകളുടെ ഒരു ആഗ്രഹം ഗോവിന്ദനങ്ങ് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് പാർട്ടിക്കുള്ളിലും ആ ആഗ്രഹം ഉണ്ട്. എന്തായാലും പ്രധാനമന്ത്രി അടിയന്തരമായ മറുപടി പറയണം. നിങ്ങളുടെ 6 ഏജൻസികൾ എന്തുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കൊണ്ടുവന്നില്ല? ഈ അന്വേഷണം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഈ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പ്രതികളെയാണ് അവർ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും കുറേ പേർക്ക് ജാമ്യം കൊടുത്തതും കുറേ പേർക്ക് ജാമ്യം കിട്ടാതെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്.
ഇനി ഇതിലും യഥാർത്ഥ പ്രതി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇതാരാണെന്നും കൂടെ ഗോവിന്ദൻ പറയട്ടെ. അല്ല, ഈ സ്വാഭാവികമായിട്ടും ടി ജി നമ്മളിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് പിണറായിക്കെതിരെയുണ്ട്, ഒരുപാട് അലിഗേഷൻസ് വരുന്നു. സ്വപ്ന പറയുന്നു ഏതെങ്കിലും ഒരു കേസിൽ ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്നെ അതിനകത്ത് സഹായിച്ച എൻ്റെ കൂട്ടുപ്രതിയായിരുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അവരെ ഒന്ന് വിളിച്ചു വരുത്തി എടോ താൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ ഏജൻസികൾ, കേരള പോലീസ് ആവട്ടെ ആരും ആവട്ടെ. പക്ഷേ അത് ചെയ്യാത്തതിൽ CPM-നകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഉണ്ടാകും. അതാണ് ഇതിങ്ങനെ പുറത്തു വരുന്നത്. വാസ്തവത്തിൽ ഈ സ്വപ്ന കൊടുത്ത 164 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതിൽ പിണറായി വിജയൻ്റെ പേരുണ്ടോ എന്നുള്ളത് അവരിപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല, ആർക്കും അറിഞ്ഞുകൂടാ. 164 സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. വിവരാവകാശ നിയമപ്രകാരം ആർക്കും വാങ്ങാവുന്നൊരു സാധനമാണത്. പക്ഷേ ആരോ ശ്രമിച്ചു, അത് കൊടുത്തില്ല. കാരണം കേസ് ഓൺഗോയിങ് ആണ്, അതുകൊണ്ട് അത് പബ്ലിക് ആക്കാൻ പറ്റില്ല. കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക് ഡോക്യുമെൻ്റാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അത് പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പ്ലോസീവാണ് ഇൻഫർമേഷൻ, കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ കിടക്കുകയാണ് അത്. വാസ്തവത്തിൽ അവർ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? സ്വപ്ന പറയുന്നതുകൊണ്ടല്ലോ. ഇപ്പോൾ ഷാർജ ഷെയ്ഖിനെ വിളിച്ച് പിണറായി വിജയൻ്റെ പ്രോട്ടോകോൾ ലംഘിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ശരി, അതിൽ ക്രിമിനൽ ഒഫൻസ് എന്താ? പ്രോട്ടോകോൾ ലംഘനം, അതെ, സമ്മതിച്ചു. ഇതല്ലാതെ ക്രിമിനൽ ഒഫൻസ് ഇല്ലല്ലോ അതിൽ. ഒരു പെട്ടി ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ദുബായിക്ക് പോയി. പിണറായി വിജയൻ ഫ്ലൈറ്റ് കയറിപ്പോയതിൻ്റെ പിന്നാലെ ഒരു പെട്ടി അദ്ദേഹം മറന്നുപോയി എന്ന് പറയുന്നൊരു പെട്ടി അടുത്ത ഫ്ലൈറ്റിൽ കയറിപ്പോയി. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ. അതിനകത്ത് ഡിപ്ലോമാറ്റിക് ചാനലല്ല, വെറും പെട്ടിയാണ്. അതിനകത്ത് ഡോളർ ആയിരുന്നു എന്ന് സ്വപ്ന പറയുന്നു. ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇല്ല. പെട്ടി പോവുകയും ചെയ്തു. അല്ല, പെട്ടി പരിശോധിക്കാതെ അയക്കാൻ പറ്റുമോ? പരിശോധിച്ചല്ലോ, കാണുമല്ലോ, ഡോളറിനെ കാണുമായിരിക്കും. പക്ഷേ ഇവർ പറയുന്നത് പിണറായി വിജയൻ്റേതായതുകൊണ്ട് ആ പരിശോധന ശരിയല്ല എന്നൊക്കെയാണ് സ്വപ്നയുടെ ആർഗ്യുമെൻറ്റ് പോകുന്നത്. സ്വപ്ന പറയുന്നത് പലതും പറഞ്ഞു. ഷാർജ ഷെയ്ഖ് വന്നപ്പോഴത്തേക്ക് കമല മറ്റേ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തു. ഇതൊക്കെ തെളിയിക്കാൻ കഴിയാത്ത ആരോപണങ്ങളല്ലേ? എന്തോ ഒരു പെട്ടി കൊടുക്കുന്നുണ്ട് അവർ. അതിനകത്ത് സ്വർണ്ണാഭരണമാണോ ഇല്ലെന്ന് അറിയാൻ മേല. ഒരു വീഡിയോ അവർ പുറത്തു വിട്ടിരുന്നില്ല. ഇതൊക്കെ ഈ വീഡിയോ തെളിവുകൾക്ക് സെക്കൻഡറി തെളിവുകളാണ്. അതെ, പ്രൈമറി. പെട്ടിക്കകത്ത് എന്താണെന്ന് വീഡിയോയിലൂടെ തെളിയിക്കാനും പറ്റില്ല. പിണറായി ഡിഫൈം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ല, അന്നത്തെ ഈ പെട്ടി പോയ ദിവസത്തെ എക്സ്റേ രണ്ടാമത് എടുത്തൊക്കെ നോക്കി. എയർപോർട്ടിൽ എക്സ്റേ മെഷീൻ ഉണ്ടല്ലോ, അതിൽ വ്യക്തമൊന്നുമല്ല. പെട്ടിക്കകത്ത് കടലാസും ഉണ്ട്, തുണിയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. അതാണ് എക്സ്റേയിൽ കണ്ടിട്ട് അവർ പാസ്സാക്കി അങ്ങ് വിട്ടത്. ഡേഞ്ചറസ് സാധനമൊന്നും അല്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഒരു മുഖ്യമന്ത്രിയെ സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത് മര്യാദയാണ്? ഇതാണ് ചോദ്യം. അതെ, വേണമെങ്കിൽ ചെയ്യാം, ഉപദ്രവിക്കാനായിട്ട് ചെയ്യാം. ചോദ്യങ്ങൾ എഴുതി കൊടുക്കാം, ഒരു മാർഗമാണ്. അതെ, കാരണം പണ്ട് ഒറീസ മുഖ്യമന്ത്രിയായിരുന്ന നന്ദിനി സത്പതി, അവരെ ഒരു കേസിൽ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചു. അവർ പോയില്ല. ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഒരു മുഖ്യമന്ത്രിയെ വിളിച്ച് വരുത്തുന്നത് അവർക്കൊരു കുറച്ചിലാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റിഗ്മയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുക, മുഖ്യമന്ത്രി അതിന് എഴുതി മറുപടി തരും. ആ പ്രസിഡൻസ് വെച്ചിട്ട് ജയലളിത ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. 550 ചോദ്യങ്ങൾ CBI ജയലളിതയ്ക്ക് കൊടുത്തു. ഈ 550നും പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്ന പോലെ എഴുതിയിട്ട് അവർ തിരിച്ചു തന്നു. എന്നിട്ട് കേസ് തെളിയിച്ചിട്ടാണ് ജയലളിത അകത്താകുന്നത്. പിന്നെ മരിച്ചുപോയി. അല്ല, ടി ജിക്കറിയാമല്ലോ, ഈ പിണറായിക്കെതിരെ വലിയ വലിയ ആക്ഷേപങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. പിണറായിയുടെ വീട്, പിന്നെ കമല ഇൻ്റർനാഷണൽ, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് കെട്ടിച്ചമയ്ക്കുന്ന സ്വപ്നയുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കൂടെ? ഇതൊക്കെ അങ്ങനെ ആവാം. ഒരു പക്ഷേ ഏജൻസികളുടെ വിലയിരുത്തലും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ സാധാരണ ഒരു കേസിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനോ സുനിലോ ആണെങ്കിൽ, സ്വപ്ന സുരേഷ് പറയുന്നു സുനിലിൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി ചെമ്പിൽ സ്വർണം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയെയും സുനിലിനെയും വിളിപ്പിച്ച് പോലീസ് ചോദ്യം ചെയ്യില്ലേ? ചെയ്യും. ചെമ്പ് കൊണ്ടുവന്നിരുന്നോ എന്നെങ്കിലും ചോദിക്കുമല്ലോ. ചോദിക്കുന്നില്ല, ഏജൻസികൾ ചോദിക്കുന്നില്ല. അതൊരു പോയിൻ്റല്ലേ? സ്വപ്ന സുരേഷ് ഈ കേസിനകത്ത് പ്രതിയാണ്. പ്രതിയുടെ
ഇതുപോലത്തെ വർത്തമാനത്തിന് വലിയ വില കൊടുക്കുന്നില്ല. അതെ, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അവർ പറയുന്നു, 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അവർ അപ്രൂവറാകാൻ തയ്യാറാണ് ഈ കേസിൽ. പ്രതിയാണെങ്കിൽ മാപ്പ് സാക്ഷിയാവാൻ തയ്യാറാണ്. നമ്പർ 2, ഇനി പിണറായി വിജയനെ അല്ല, നിങ്ങൾക്ക് വീണയെ ചോദ്യം ചെയ്യാം, കമലയെ ചോദ്യം ചെയ്യാം. അതിപ്പോൾ ഞാനും ടി ജി ഒക്കെ ആണെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരെ പോലും ചോദ്യം ചെയ്യും. അപ്പോൾ ഇവർ ചോദ്യം ചെയ്യും. ഇതുകൊണ്ടാണ് ഈ ജനത്തിന് നിങ്ങൾ അന്വേഷണം, ശരി ഞാൻ സമ്മതിച്ചു, അന്വേഷണത്തിൻ്റെ സാങ്കേതികതകളൊക്കെ ഞാൻ തന്നെ പറയാം. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് വിശ്വാസം തോന്നുന്നു, അന്വേഷണം നടന്നാൽ പോലെ അന്വേഷണം നടക്കുന്നു ഗൗരവമായിട്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ചുമതല കൂടെ ഏജൻസികൾക്കുണ്ട്. അത് കേരള പോലീസ് ചെയ്തില്ല. പകരം വന്ന ഈ ഗോവിന്ദൻ മാഷ് പറയുന്ന 6-7 ഏജൻസികളും ചെയ്യുന്നില്ല. പാർട്ടിക്കാർക്ക് പോലും ഇപ്പോൾ സംശയമാണ് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. അതെ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവർക്ക് ഒരു തവണ മുഖ്യമന്ത്രിയെ വിളിപ്പിക്കണമെന്ന് പോലും ഇല്ല. മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ചോദ്യങ്ങൾ എഴുതി കൊടുക്കാം. അത് ചെയ്യേണ്ടതല്ല. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇതിനകത്ത് ക്രൂഷ്യൽ 1-2 മിസ്സിങ് വന്നത്. ഒന്ന്, ആ UAE കോൺസുലേറ്റിലെ അറ്റാഷെ അയാൾ 2-ാം ദിവസം നാട് വിട്ടു പോയി. അയാൾ ദുബായിക്ക് പോയി. ദുബായ് അയാളെ വിട്ടു തരാനും പോകും. അയാളെ കൊണ്ടുവരാൻ നമുക്ക് പരിമിതികളുണ്ട്. ഈ ഒരു 30 കോടി രൂപയുടെ സ്വർണ്ണക്കടത്ത് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുബായുമായിട്ട് ബന്ധം വിച്ഛേദിക്കാൻ പറ്റില്ല. അതാണ് CPM ഒരു മറയാക്കുന്നത്. അതെ, അല്ല, അയാളെ കൊണ്ടുവരാൻ പറ്റില്ല എന്നറിയാം. അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈജിപ്ഷ്യൻ പൗരൻ, അയാളും കടന്നു കളഞ്ഞു. അയാൾ ഈജിപ്തിലേക്ക് പോയി. എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയാൻ മേലാത്ത രീതിയിൽ അയാൾ കടന്നു കളഞ്ഞു. ഇവരെ 2 പേരെ അന്വേഷിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നത് ഈ പറഞ്ഞ പിണറായി വിജയൻ, കമലാ വിജയൻ, വീണ വിജയൻ ചോദ്യം ചോദിക്കാവുന്നത്. അത് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബഹുജനങ്ങളുടെ പരാതി. സംശയവും അതിനകത്ത് കഴമ്പുണ്ട്. അങ്ങനെ ഒരു സംശയത്തിന് കഴമ്പുണ്ട്. അല്ലെങ്കിൽ ആ പരാതിയാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത്. അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ഇപ്പോൾ ED പത്രക്കുറിപ്പൊക്കെ ഇറക്കുന്നതാണ്. ED ഇത് പറയണം, ഇങ്ങനെ വ്യാപകമായൊരു തെറ്റിദ്ധാരണ പ്രചരിക്കുന്നു, അത് ശരിയല്ല, ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചെയ്യാത്തത്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് സമയത്ത് ഞങ്ങൾ ചോദ്യം ചെയ്യും. പിണറായി ഇങ്ങനെ സംശയത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ടാണോ? എനിക്കറിയില്ല. സത്യത്തിൽ എനിക്കറിയില്ല. TG ജയൻ്റെ ഒരു വലിയ സംശയം, നമ്മൾ ആ സമയത്ത് ഈ സെക്രട്ടേറിയറ്റിൽ പ്രോട്ടോകോൾ സെക്ഷനിൽ തീപിടുത്തമുണ്ടായി, പിണറായി വിജയൻ്റെ വീട്ടിൽ ഇടിവെട്ടി, ക്യാമറകളൊക്കെ നശിച്ചു പോയി, ഡാറ്റ മുഴുവൻ പോയി. അപ്പോൾ സെക്രട്ടേറിയറ്റിലും ഇടിവെട്ടി. പക്ഷേ അത് ആ ഇടിക്ക് ഒരു പ്രത്യേകത നോക്കണം. 2 സ്ഥലത്താണ്. ക്ലിഫ് ഹൗസിൽ വെട്ടി, സെക്രട്ടേറിയറ്റിൽ വെട്ടി, വേറെ എങ്ങും വെട്ടിയില്ല. പക്ഷേ അതിനുശേഷം അന്നത്തെ ക്യാമറയിലെ CCTV ദൃശ്യങ്ങളൊക്കെ എടുക്കും. അതിന് വലിയ മെമ്മറിയുള്ള മാലമറിക്കുമെന്ന് പറഞ്ഞു, ഹാർഡ് ഡിസ്ക് വേണമെന്ന് പറഞ്ഞു, 50 ടെട്രാ GB അതൊക്കെ വാങ്ങും, അതിനുള്ള ഫണ്ട് അലോട്ട് ടെട്രാബൈറ്റുള്ള വേണം. ഒന്നും നടന്നില്ലല്ലോ. ഒന്നും നടന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഒരു തെറ്റും പറയില്ല. കാരണം എനിക്ക് വരെ ആ സംശയമുണ്ട്. അപ്പോഴാണ് പ്രധാനമന്ത്രി വന്നിട്ട് എവിടെയാണ് കള്ളക്കടത്ത് നടന്നത്, സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് അറിയാം എന്ന് പറയുന്നത്. അല്ല, പ്രധാനമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത്. ആരുടെ ഓഫീസിലാണ് ഈ കലാപരിപാടി നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് പുള്ളി പറയുന്നത്. അതൊരു രാഷ്ട്രീയ ആക്രമണമാണ്. അതെല്ലാവർക്കും അറിയാം. അതിൽ നിയമവും ഇല്ല, അന്വേഷണ ഏജൻസി, ശിവശങ്കറിന്റെ ശുദ്ധ രാഷ്ട്രീയ ഓഫീസിലുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പുള്ളി ഒരു രാഷ്ട്രീയ ഒരു അമ്പയച്ചതാണ്. പക്ഷേ ഇതിൽ ഈ ഏജൻസികൾ ജനങ്ങളെ ഇങ്ങനെ ഈ ഒരു ന്യായമായ സംശയത്തിന് ഇട കൊടുക്കരുതായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നതിൽ കാര്യമുണ്ട്. ഗോവിന്ദൻ മാഷ് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് യഥാർത്ഥ പ്രതികളെ നിങ്ങൾ പിടിച്ചിട്ടില്ല. അപ്പോൾ ആരെ ഈ യഥാർത്ഥ പ്രതി? ഗോവിന്ദൻ മാഷിന് അറിയണം, ഇവർ മാത്രമല്ലെന്നുള്ള സംശയമെങ്കിലും ഉണ്ടാവണം. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞൂടെ? ഒരുപക്ഷെ പറയുമായിരിക്കും, നമുക്കറിയില്ല. ചോദിക്കുമോ? കാരണം ഇപ്പോൾ സുധാകരൻ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നില്ലേ, അതുപോലെ ഗോവിന്ദൻ മാഷിനും ഒന്ന് വെളിപ്പെടുത്തണം തോന്നിയാലോ. ചില സത്യങ്ങളൊക്കെ മിക്കവാറും കുറച്ച് നാൾ കഴിയുമ്പോഴാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തു വരാനിരിക്കുന്ന ഒരു സത്യം ഇതിലുണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. എനിവേ ഞാൻ പറയട്ടെ, ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ അന്വേഷണത്തിൽ ചില സാധനങ്ങളൊക്കെ ഈ ഒക്കുന്നില്ല നമ്മൾ പറയൂല. ശരിയാവും. അങ്ങനെ ഒക്കാതെ കിടപ്പുണ്ട്. ഞാനൊരു വക്കീലിൻ്റെ ദൃഷ്ടിയിൽ വളരെ നിഷ്പക്ഷമായിട്ട് ഈ അന്വേഷണത്തിൻ്റെ വസ്തുതകൾ അന്വേഷിക്കുമ്പോഴും ഈ ഒരു സാധനം ഇപ്പോൾ
UAE കോൺസുലേറ്റിൽ അയാൾ പോയി, അയാളെ കിട്ടുന്നില്ല, ശരി മനസ്സിലായി. ഈജിപ്ഷ്യൻ പൗരൻ പോയി, മനസ്സിലായി. പക്ഷേ പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യും? നിങ്ങൾ കുറ്റവാളിയാക്കുമോ ആക്കാതിരിക്കുമോ അക്യൂസ്ഡ് ആക്കുമോ ഒന്നുമല്ല. ഡു യു നോ സംതിങ് അബൌട്ട് ദിസ്? നിങ്ങളുടെ ഓഫീസിൽ നടന്നൊരു കാര്യമാണ്. എൻ്റെ ഓഫീസിൽ എൻ്റെ മൂക്കിന് താഴെ എൻ്റെ ഓഫീസിൽ പോക്കൃത്തരം കാണിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കേണ്ടതല്ലേ? അതെ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയും കൂടെയാണ്. അതെ. ഈ ശിവശങ്കറിൻ്റെ ഈ പോക്ക്, സ്വപ്നയുമായിട്ടുള്ള ഈ റിലേഷൻ, ഇതുപോലത്തെ ഓപ്പറേഷൻസ്, ഇതൊക്കെ കുറേ നാളായിട്ട് നടക്കുന്നു. എല്ലാ ദിവസവും ഇൻ്റലിജൻസ് ബ്രീഫിംഗ് ഉണ്ട് മുഖ്യമന്ത്രിക്ക്. ഇൻ്റലിജൻസ് രാത്രി 8 മണിക്ക്, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയാമില്ല, പണ്ട് ഈ ആഭ്യന്തരമന്ത്രിക്ക് 8 മണിക്ക് റെഡ് ഫയൽ എന്ന് പറഞ്ഞു വരും. ചുമന്ന തുണി കൊണ്ട് വെള്ള ഇത് പട്ടയിട്ട് കെട്ടിയ ഒരു ഫയൽ. അത് അന്ന് പ്രധാനമായിട്ട് നടന്ന കൊലപാതകങ്ങൾ, സംഘർഷങ്ങൾ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ, അത് ഇത് കേരളം അടങ്ങുന്ന ഫയലാണ്. രാത്രി 8 മണിക്ക് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കിട്ടും. ഇപ്പോൾ ആഭ്യന്തരവും മുഖ്യവും ഒരാൾ തന്നെ. ഈ ഫയൽ മേശപ്പുറത്ത് വെച്ചിട്ട് ഇയാൾ പോവില്ല. ഇയാളൊന്ന് പുറകോട്ട് സല്യൂട്ട് അടിച്ച് നിൽക്കും. എന്താടോ? അപ്പോഴാണ് വെർബൽ ബ്രീഫിംഗ്. ചിലതൊക്കെ എഴുതി വയ്ക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ബ്രീഫ് ചെയ്യും. സാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനൊരു പോക്ക് വരവൊക്കെ ഉണ്ട് സാർ. എവിടെ? ഇവിടെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ടുണ്ട്, ഭാര്യ വീട്ടിലുണ്ട്, പക്ഷെ ഇവിടെയാണ് പൊറുതി. അവിടെ ഒരു സ്ത്രീ വരുന്നു പോകുന്നു, ഇങ്ങനെയൊക്കെ. അല്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അല്ല സാർ, ഞങ്ങൾ ആളെ വെച്ച് നോക്കി, ഒരാഴ്ച ഒബ്സർവ് ചെയ്തു, ഇതാണ് പരിപാടി. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി 10 മണിയാകും. പിന്നെ നേരത്തെ ഒരല്പം പിടിപ്പിക്കുന്ന ഏർപ്പാടുണ്ട്. ഇങ്ങനെ ബ്രീഫ് ചെയ്യും. ഇത് ഇൻ്റലിജൻസ് ബ്രീഫിംഗ്. ഇത് കഴിഞ്ഞിട്ട് ചീഫ് സെക്രട്ടറി, IAS ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്യില്ല. ശിവശങ്കർ ചീഫ് സെക്രട്ടറി ഇത് മൂത്ത് കഴിയുമ്പോൾ ഒരു പറയും. ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് പോയി കഴിയുമ്പോൾ മുഖ്യമന്ത്രിയോട് പറയും, സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട്, സാറിൻ്റെ ഓഫീസിലാണ്. എന്താ അത്? നമ്മുടെ ശിവശങ്കറിൻ്റെ കാര്യമാണ്. അത് ഇൻ്റലിജൻസ് ADGP ഇന്നലെ എന്നോട് പറഞ്ഞു. അതന്നെ സാർ, അത് പതുക്കെ നാറ്റക്കേസായിട്ട് വരുന്നു. അത് സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയാമല്ല, ഇൻ്റലിജൻസുകാർക്ക് അറിയാമായിരിക്കും. പക്ഷേ IASകാരുടെ ഇടയിൽ ഞങ്ങൾ ഇന്നലെ ക്ലബിലും, ശ്രീമൂലം ക്ലബിലും ട്രിവാൻഡ്രം ക്ലബിലും ഒക്കെ ഒരു സംസാരമായിരുന്നു. അത് അവസാനം നമ്മുടെ മേത്ത് ചെളി തെറിക്കും സാർ, നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ ഇൻഫർമേഷൻസ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്താതിരിക്കില്ല. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം കള്ളുകുടിയും പെണ്ണുപിടിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അയാളെ സർവാധികാരിയായിട്ട് തുടരാൻ പിണറായി വിജയൻ എന്തുകൊണ്ടായിരിക്കും സമ്മതിച്ചിരിക്കുക? ഇതിനകത്തൊക്കെയാണ് ഈ ഡബിൾ ലോക്ക് വീഴുന്നത്. ഈ ശിവശങ്കരൻ ഇത് ചെയ്യുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങേരും ചെയ്യിച്ചു കാണും. ഈ സ്വപ്നയെ നിയമിച്ചതും പിടിച്ചതും ഒക്കെ ഒന്നും അറിയാതൊന്നുമില്ല. ആദ്യം പിണറായി വിജയൻ പറഞ്ഞത് എന്താ? ആ സ്ത്രീയെ എനിക്കറിയില്ല. എന്താ അവരുടെ പേര്? സ്വപ്ന. ആരെ എനിക്കറിയില്ല. പിന്നീട് ഇദ്ദേഹമാണ് എന്താ സ്പേസ് പാർക്ക് വഴി അങ്ങനെ ചെയ്തിട്ട് പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിൽ അത് ചെയ്തിട്ട് അത് IT ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക് ജോലി കൊടുത്തിരിക്കുന്നത്. ഈ ഇടകൂടം ചെയ്ത് ഈ പെണ്ണുമ്പിളയ്ക്ക് ജോലി കൊടുപ്പിക്കണമെങ്കിൽ ശിവശങ്കരനല്ലേ പറ്റുള്ളൂ. ഈ ഇത്രയും വക്രബുദ്ധി പിണറായി വിജയൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ബ്യൂറോക്രാറ്റുകൾക്ക് ഈ വഴിയൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ താൻ എന്തെങ്കിലും ചെയ്യാതെ. അപ്പോൾ പിണറായിക്ക് ശിവശങ്കർ എന്ത് ചെയ്താലും നിഷേധിക്കാനും എതിർത്ത് പറയാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി എന്നാണോ പറഞ്ഞത്? ഇങ്ങനെയാണ് ഇൻ്റലിജൻ്റ് ആൾക്കാർ ചെയ്യുന്നത്. അതായത് മൊമെൻ്റ് ഞാൻ സുനിലിനെ ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ സുനിലിനുള്ളിൽ അറിയാം ഇയാൾ നമ്മളെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നാളെ ഇയാളെ നമുക്ക് ഉപയോഗിക്കാനും ഒരു കൊളുത്തുണ്ടാക്കി വയ്ക്കണം. അപ്പോൾ എൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് സംഗതി എന്തെങ്കിലും സുനിൽ കയ്യിൽ വയ്ക്കും. ഇത് ഒരു അപകടം വന്നു കഴിയുമ്പോൾ ഞാൻ പറയും, സുനിലോ? ഏത് സുനിൽ എന്ന് ചോദിക്കുമ്പോൾ സുനിൽ ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വിടും. അല്ല, ഇപ്പോൾ ശരിയാണ്, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. പക്ഷേ പിണറായിയെ പോലെ വളരെ കരുത്തനായ, കാര്യരുമ്പിൻ്റെ കരുത്തുള്ള, ഇരട്ടച്ചങ്കുള്ള ഒരു മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ ആരുടെയെങ്കിലും ഭീഷണിയിൽ പെടുന്ന ആളാണെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും എനിക്ക് മടിയാണ്. ഭീഷണിയിലല്ല എന്ന്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോഴും ശിവശങ്കരൻ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തുന്നില്ല. ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പ്രശ്നമാകും, വിവരറിയും. അപ്പോൾ അത് ചെയ്യുന്നില്ല. പക്ഷേ ഈ രീതിയിലുള്ള ഇൻ്റർലോക്കിലാണ് ഇവർ പെട്ടുപോകുന്നത്. എത്ര സാമർഥ്യമുള്ള മന്ത്രിമാരാണെങ്കിലും എന്താണെങ്കിലും.
പക്ഷേ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, സബ്ജക്റ്റ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു പിണറായിക്കെതിരെയുള്ള പുതിയ ഒരു ഗാനം, അതിനു മുമ്പ് കാരണഭൂതൻ തിരുവാതിര, ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു പിണറായിക്ക് ഒരു ലജ്ജയെങ്കിലും തോന്നണ്ടേ? അങ്ങനെയില്ല. എന്താ അത്? അതൊക്കെ പണ്ടേ പോയി. ഈ ലജ്ജ എന്നുള്ള വികാരം രാഷ്ട്രീയക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അത് പിണറായി മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരനും ലജ്ജയില്ല. ആകെ നനഞ്ഞാൽ ആയെന്ന് വെച്ചാൽ കുളിരില്ല. രാഷ്ട്രീയത്തിൽ ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത് ഈ കരുണാകരൻ പറഞ്ഞൊരു കാര്യമാണ്. ആൻ്റണി പറഞ്ഞു അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല ഒരു പ്രശ്നത്തെപ്പറ്റി. പിറ്റേ ദിവസം ഇത് കരുണാകരനോട് ചോദിച്ചപ്പോൾ കരുണാകരൻ പത്രക്കാരോട് അന്തം വിട്ട് ചോദിച്ചു, രാഷ്ട്രീയത്തിൽ ധാർമ്മികതയോ? അതെന്താ? അതെ അതെ, കള്ള് ഷാപ്പിലൊന്നും മദ്യനിരോധനം ഇല്ലല്ലോ. അതെ അതെ, കള്ള് ഷാപ്പിനുള്ളിൽ മദ്യനിരോധനം പറയുന്നു എന്നുള്ള മട്ടിൽ ആണ് കരുണാകരൻ ഞെട്ടി പ്രതികരണം. രാഷ്ട്രീയത്തിൽ ധാർമ്മികത അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ആളുകളെ അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ലജ്ജ എന്ന് പറയുന്ന വികാരം ഇല്ല, തീർന്നുപോയി. നമ്മൾ പ്രതീക്ഷിച്ചതാണ് തെറ്റ്. അല്ല, അങ്ങനെ ലജ്ജയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയുമില്ല. അപ്പം നാണം കെട്ട പണിയാണോ രാഷ്ട്രീയ പ്രവർത്തനം? സംശയം എന്താ? സംശയം ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരെയും ചേർത്തിട്ടാണ് പറയുന്നത്. വലിയ നാണമൊന്നും ഇവർക്കില്ല. അതുകൊണ്ടാണ് ആ തൊലിക്കട്ടി ഉള്ളതുകൊണ്ടാണ് ഇവർ ഇറങ്ങി നടക്കുന്നത്. ക്വാളിറ്റിയാണ് അല്ലേ? അതൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഒരാൾക്ക് നാണമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തനിക്ക് നാണം ഉണ്ടോടോ എന്നൊന്നും നമ്മൾ ചോദിക്കാൻ പറ്റില്ല മുഖത്ത് നോക്കിയിട്ട്. കാരണം ഇയാൾ പവർഫുള്ളും കൂടെയാണ്. അതെ അതെ. ഇപ്പോൾ ഒരു ചായക്കടയിൽ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നു, പരമ പൂണ്ട കള്ളനാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ കടക്കാരനോട് പറയും, സാറിന് ചായ കൊടുക്കുന്നു. എന്തുകൊണ്ട് സാർ? സുഖം തന്നെ. പുള്ളി ഈ വടി പോലെ തേച്ച ഷർട്ടും ഒക്കെ ഇട്ടിട്ട് കാറ് കയറി പോയി കഴിയുമ്പോൾ നമ്മൾ പറയും എന്ന് പറയും. പൊതുവെ ആരെയും വെറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതും ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്നവനും നമ്മളെ ഉപദ്രവിക്കാൻ കഴിവുള്ളവനും, അഥവാ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരാരും നാണം കെടുത്തുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴല്ലേ പലരുടെയും നിറം ചെമ്പ് തെളിയുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതർവൈസ് പൊതുജനം ഇത് പുറത്ത് പറയില്ല, മെയിൻ സ്ട്രീം മീഡിയയും പുറത്ത് പറയില്ല. എല്ലാം മാന്യന്മാരായിട്ട് ന്യൂസ് മേക്കർ എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കും. നമ്മളവർക്ക് ഈ കള്ളൻ പിന്നെ അയാൾ അവാർഡൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ പോവും. ഇതാണ് രാഷ്ട്രീയം. നമ്മുടെ നാട്ടുകാർക്ക് ഇടയിൽ വ്യാപകമായി ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്, പിണറായിക്ക് ശേഷം ആരാണ്? CPM-ൽ ഒരു തലമുറ മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ടാവില്ലേ? അവർ വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്യുന്ന അല്ല, ചർച്ച ഗർഭത്തിലെ അലസിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഹമ്മദ് റിയാസാണ് അടുത്ത മുഖ്യമന്ത്രി CPM-ൻ്റെ. അപ്പോൾ ഗർഭം ധരിച്ചില്ലേ? അലസി പോകുന്നത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ച് കാണും. ചിന്തിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉത്തരം വന്നു കഴിഞ്ഞു. ടെസ്റ്റ് ട്യൂബ് ശിശുവായിരിക്കും. മുഹമ്മദ് റിയാസാണ് അടുത്ത മുഖ്യമന്ത്രി. അപ്പോൾ ഗോവിന്ദൻ മാഷൊക്കെ ഈ ഇങ്ങനെയൊക്കെ ഇത് വെറുതെ വെള്ളം കോരിയും വിറക് വെട്ടിയൊക്കെ നടക്കും. കാര്യമൊന്നുമില്ല. ഉറപ്പാണോ ജിജിക്ക്? പിന്നെ എന്താ കാര്യം? ഇപ്പം തീരുമാനം എടുക്കുന്നതാരാ? മുഹമ്മദ് റിയാസ്. ചുമ്മാ പറയല്ലേ. പാർട്ടിയെക്കുറിച്ച് ടിജിക്ക് എന്തറിയാം? പാർട്ടിയെക്കുറിച്ച് എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ എന്തിനാ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിയുന്നത്? ഞാൻ ഭരണത്തെ പറ്റിയാണ് പറയുന്നത്. ചുമ്മാ വഴി നിൽക്കുന്ന എനിക്ക് എന്തും പറയാം. മുഹമ്മദ് റിയാസ് ആണ്. ഞാൻ പറയുന്നത് AKG സെന്ററിനുള്ളിൽ മുകളിലിരിക്കുന്നവർ താഴെ ഇരിക്കുന്നവർ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിങ്ങൾ കമ്മിറ്റി കൂടുകയോ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന് കീഴടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ തിയറി അതൊക്കെയാണ് ഈ ഗോവിന്ദൻ മാഷൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ ഗവൺമെന്റിനെ നോക്കിയിട്ടാണ് പറയുന്നത്. മുഹമ്മദ് റിയാസ് പറയുന്നു മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷോഭിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ മറ്റു മന്ത്രിമാരെ പടപടാന്ന് മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തിറങ്ങുന്നു. എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ആദ്യം ഇത് പറയാൻ കാര്യം? സ്വന്തം അമ്മായി അച്ഛനോടുള്ള സ്നേഹം കൊണ്ടുകൂടി അമ്മായി അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങേര് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ MP രാജേഷും P രാജീവും ഒക്കെ കൂടെ ചാടി വീഴേണ്ട കാര്യം എന്താ? ശരിയാണല്ലോ എന്ന് തോന്നിക്കൂടെ ടിജി? അതാണ് ഞാൻ പറഞ്ഞത്. നിയന്ത്രണം മുഹമ്മദ് റിയാസിൻ്റെ കയ്യിലാണ്. ബാക്കിയുള്ളവർക്ക് പിണറായിയോട് ഭക്തിയില്ലേ, സ്നേഹമില്ലേ? ഉണ്ടല്ലോ. പക്ഷേ ഇത് പറയാൻ ബാക്കിയുള്ളവർക്ക് തോന്നിയില്ലല്ലോ. മുഹമ്മദ് റിയാസാണല്ലോ പറഞ്ഞത്. ഇത് ഒരു സാമ്പിൾ മാത്രമാണ്. പിണറായിയെ ഇനിഷ്യേറ്റ് ചെയ്ത് പിണറായിയെ അനുകൂലമായി പറഞ്ഞാൽ ഡാമേജ് ഉണ്ടാവുമെന്ന് CPM-ലെ ചിലരെങ്കിലും കരുതുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പിണറായിയെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞാൽ. അല്ല, അനുകൂലിച്ച് പറഞ്ഞാലും ചിലപ്പോൾ തട്ടുമേടിച്ചെന്ന് വരും. അനുകൂലിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും തട്ടുമേടിച്ചെന്ന് വരും. ഇപ്പം നിങ്ങൾ പ്ലെയിനായിട്ട് നോക്കുന്നേ ആ കൊച്ച് ഉണ്ടല്ലോ ഇഷാൻ,
അവനിപ്പോൾ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആരുടെ മകന്? മുഹമ്മദ് റിയാസിൻ്റെ മകന് ഇല്ലേ? പിണറായി വിജയൻ്റെ കൊച്ചു. ശ്രദ്ധിച്ചില്ല. അങ്ങനെ വാർത്ത വന്നിട്ടുണ്ടോ? ഈ നമ്മുടെ നവകേരള യാത്ര അതിൻ്റെ ഒരു 4 എണ്ണം ബാക്കിയുണ്ടായിരുന്നു. അന്ന് ഈ ക്യാബിനറ്റ് കൂടുന്നത് ബസ്സിനുള്ളിൽ വെച്ചാണ്. ക്യാബിനറ്റിൻ്റെ ചട്ടമനുസരിച്ച് മന്ത്രിമാരും പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറി ഇത്രയും പേര് ക്യാബിനറ്റ് മീറ്റിംഗിൽ നിയമം പങ്കെടുക്കാം. അല്ല, വിളിച്ചു വരുത്തുന്നത് വേറെ കാര്യം. പക്ഷേ അതിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്, ഒരു കാര്യം ചോദിക്കാനായിട്ട് ഒരാളെ വിളിക്കുന്നു, ചോദിക്കുന്നു, അയാളോട് പൊക്കോളാൻ പറയുന്നു. അയാൾ പാർട്ടിയല്ല, ഡിസിഷനിൽ പാർട്ടിയല്ല. ഡിസിഷനിൽ പാർട്ടിയായിരിക്കുന്ന 20 മന്ത്രിമാരും ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഇവരെ ബ്രീഫ് ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ. തീരുമാനം എടുക്കുന്നതിൽ അയാൾക്ക് പങ്കില്ല. ഇതാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കൊച്ചിനെ ഇവനും മടിയിലിരിക്കട്ടെ എന്നൊക്കെ അല്ല, അപ്പം ചെയ്യാൻ പാടില്ല. കുഞ്ഞല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബിന്ദു കൊച്ചിനെ കൊണ്ടുവരും. അവരുടെ മക്കൾ അവർക്കും ഉണ്ടാവുമല്ലോ കൊച്ചുമകൻ, അവർ കൊണ്ടുവരും. ചിഞ്ചു റാണി കൊണ്ടുവരും, വീണ ജോർജ് കൊണ്ടുവരും, സജി ചെറിയാൻ കൊണ്ടുവരും. ഇന്ന് കൊണ്ടുവരാൻ പാടില്ലേ? അപ്പോൾ നഴ്സറിയോ ക്രഷോ ഒക്കെ തുടങ്ങാം മന്ത്രിസഭയ്ക്ക് ഉള്ളിൽ. ഞാൻ പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്ന നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തി. ഈ അപ്പൂപ്പിന് ഈഷാനെ കുറച്ച് നേരത്തേക്ക് ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ആ കൊച്ചിനെ നോക്കാൻ ആരുമില്ലേ? അതിൻ്റെ തള്ള എവിടെ? അതിൻ്റെ അമ്മൂമ്മയുണ്ടല്ലോ. കുട്ടിയോട് ആർക്കാ വാത്സല്യം? ചീഫ് സെക്രട്ടറി നോക്കും. കുട്ടിയോട് വാത്സല്യമില്ലാത്ത ആരുമില്ല. പണ്ട് NN പിള്ളയുടെ നാടകമുണ്ടല്ലോ, നാടകത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് പുള്ളി നടത്തും. ഈ ഓഡിറ്റോറിയത്തിൽ കരയുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ സ്റ്റേജിൻ്റെ പുറകിൽ ഞങ്ങളെ ഏൽപ്പിക്കണം, വിശ്വകേരള കലാസമിതിയെ ഏൽപ്പിക്കണം, പിള്ളേരെ ഞങ്ങൾ നോക്കിക്കോളാം. എൻ്റെ നാടകത്തിൻ്റെ നടുക്ക് ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നാടകം നിർത്തിയിട്ട് ഞാൻ പാക്കപ്പ് ചെയ്ത് പോകും. ഇത് NN പിള്ളയുടെ ത്രെറ്റായിരുന്നു. എല്ലാ അമ്മമാരും വരണ്ടു പോകുന്നില്ല. ചിലരൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പുള്ളി 2 പേരെ നിർത്തിയിട്ടുണ്ട്, പിള്ളേരെ നോക്കാൻ അറിയാവുന്നവർ. അവരിതിനെ ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് മോനെ അത് നോക്കി കൈകാര്യം തിരിച്ചു കൊടുക്കും. കാരണം NN പിള്ള പറയുന്നത് ഈ പിള്ളേർ തീർത്തും ഒരു ശല്യമാകുന്നത് സീരിയസ് ആയിട്ട് നാടകം നടക്കുമ്പോഴാണ്. ഇവിടെ വളരെ സീരിയസ് ആയിട്ട് NN പിള്ള ഡയലോഗ് നടത്തുമ്പോൾ അവിടെ കീ എന്ന് പറഞ്ഞ് ഒരൊച്ച, എന്ത് ചെയ്യും? എല്ലാം കൂടെ അലമ്പായിപ്പോൾ ആ ഒച്ച കേട്ടിട്ട് ആൾക്കാർ ചിരിക്കും. നാടകത്തിൻ്റെ ഗൗരവം. ഇതുപോലെ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് നശിപ്പിക്കാൻ നിഷ്കളങ്കനായ ആ കൊച്ചുകുട്ടിക്ക് സാധിക്കും. അവൻ നിഷ്കളങ്കനാണ്. അവൻ്റെ അവനെ ഒച്ച വയ്ക്കുകയോ പിടിക്കുകയോ, അവനിതൊന്നും അറിയില്ല. പാവം 1-2 വയസ്സുണ്ടാവും. അവന് ഇതും ഉണ്ടാവും. അപ്പൂപ്പൻ്റെ കൂടെ ബസ്സിൽ ഞാനും വരുന്നു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അപ്പൂപ്പനത് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ഇതേ ഈ ചെറുക്കനും നോക്കിക്കേ, ഞാൻ ക്യാബിനറ്റ് മീറ്റിങ്ങിലേക്ക് കയറും എന്ന് പറയണം. ഞാൻ പറയുന്നത് AK ആൻ്റണിക്കും ഇതുപോലത്തെ കുട്ടികളുണ്ടായിരുന്നു, അച്യുതമേനോനും ഉണ്ടായിരുന്നു, കരുണാകരനുണ്ടായിരുന്നു, VS-നും ഉണ്ടായിരുന്നു. കുട്ടികളായി എല്ലാ കുടുംബത്തിലും കുട്ടികളില്ലേ? അവർക്കൊക്കെ കുട്ടികളോട് സ്നേഹമില്ലേ, വാത്സല്യമില്ലേ? അവരാരെങ്കിലും ക്യാബിനറ്റ് മീറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടോ? ഇത് കൊണ്ടുവന്നിരുത്താൻ ആ കുട്ടിയുടെ അച്ഛൻ സമ്മതിക്കാമോ? അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ പവർഫുൾ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇപ്പോൾ തന്നെ ലിമിറ്റ് കഴിയും. ഏതായാലും നമുക്ക് CPM-ൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന MV ഗോവിന്ദനെ പോലെയുള്ള കുറേ ആളുകൾ കൂടി ബാക്കിയുണ്ടാവും. അതിൻ്റെ ഉത്തരം കിട്ടും എന്ന് കരുതി നമുക്ക് ഈ സംസാരം ഞാൻ അങ്ങനെ കരുതുന്നില്ല. സംസാരം ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.